അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ മക്കയെ ഒരു സുരക്ഷിത നാടായി അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റി. അതോടൊപ്പം തന്നെ നാനാവിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആ നാട്ടിലേക്ക് മറ്റു നാടുകളിൽ നിന്നും ഒഴുകിയെത്തി. അതുകൂടാതെ സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും അവർക്കിടയിൽ കേളി കേട്ട ഒരു പ്രവാചകനെ അവർക്കും മറ്റു ലോകർക്കും ആയുള്ള അനുഗ്രഹമായി അല്ലാഹു നിയോഗിക്കുന്നു. തങ്ങൾ ഏതൊരു ദൈവിക മന്ദിരത്തിൻ്റെ അഥവാ കാബയുടെ സുരക്ഷിതത്വത്തിൽ സുഭിക്ഷ ജീവിതം നയിച്ചു വരുന്നുവോ, ആ മന്ദിരത്തിൻ്റെ നിർമ്മാതാവായ ഇബ്രാഹീമിൻ്റെ അലൈഹിസ്സലാം മതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും മതം. എന്നിട്ടും അദ്ദേഹത്തെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് മേൽ വ്യാജ ആരോപണങ്ങൾ ചമക്കുകയാണ്. അദ്ദേഹത്തെയും അനുചരന്മാരെയും മർദ്ദന പീഡനങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ്. അപ്പോൾ പിന്നെ അവർ അക്രമികളല്ലാതെ വേറെ ആരാണ്? ആ ജനതയ്ക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ തന്നെ അവരനുഭവിക്കുകയും ചെയ്തു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.